What's up guys? We are here in Coorg right now. Coorg അഥവാ കൊടക് എന്ന് പറയുന്നത് കർണാടകയിലെ ഒരു ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ ആണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 5 hours ഡ്രൈവിൽ നിങ്ങൾക്ക് കൂർഗിൽ എത്താൻ പറ്റും. ഈ ഒരു സ്ഥലത്തിനെ സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്നും കൂടിയാണ് വിളിക്കാറ്. ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് കോഫി പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾക്ക് കൂർഗിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ബെസ്റ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അതുപോലെ തന്നെ എവിടെയൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞങ്ങളുടെ ചാനലിനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്താം. അപ്പോൾ ഞങ്ങൾ ഇടുന്ന കൂടുതൽ ട്രാവൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ലെറ്റ്സ് എക്സ്പ്ലോർ കൂർഗ്. ഏറ്റവും എളുപ്പം പോയി വരാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് കൂർഗ്. കൂർഗിലെത്താൻ 2 മെയിൻ വഴികളാണുള്ളത്. ഒന്ന് കുശാൽ നഗർ റൂട്ട്, ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ റോഡ് വഴി കുശാൽ നഗർ, മടിക്കേരി ഈ റൂട്ട് വഴി കൂർഗിലെത്താൻ പറ്റും. പോകുന്ന വഴി ഫേമസ് സ്പോട്ടായിട്ടുള്ള ഗോൾഡൻ ടെമ്പിളും വിസിറ്റ് ചെയ്യാം. ഞങ്ങൾ എടുത്ത സ്റ്റേ സൗത്ത് ഓഫ് കൂർഗ് ആയതുകൊണ്ട് ഞങ്ങൾ നാഗർഹോൾ റൂട്ടാണ് എടുത്തത്. വളരെ മനോഹരമായ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു റൂട്ട് എന്ന് പറയാം. മൈസൂർ റോഡ് വഴി മാണ്ഡ്യ, നാഗർഹോൾ, ഗോണിക്കൊപ്പ വഴി കൂർഗിലെത്താൻ പറ്റും. നാഗർഹോൾ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ്, നിസർഗധാമ ഫോറസ്റ്റ് എന്നീ സ്ഥലങ്ങൾ ഈ റൂട്ടിലാണുള്ളത്. ഏത് റൂട്ട് എടുത്താലും ബാംഗ്ലൂരിന് ഏകദേശം 6 മണിക്കൂറിൽ കൂർഗെത്താം. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ഹിൽ സ്റ്റേഷൻ പോലെ ഹെയർപിൻ വളവുകൾ ഒട്ടും തന്നെ ഇല്ല എന്നതാണ്. പോകുന്നത് തലക്കാവേരിയിലേക്കാണ്. തലക്കാവേരി എന്ന് പറയുന്നത് കാവേരിന്റെ ഒരു ഒറിജിനുള്ള സ്ഥലമാണ്. അപ്പൊ കാവേരി റിവർ ഫ്ലോ ചെയ്യുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് തലക്കാവേരി എന്ന് പറയുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പിൽഗ്രിമേജ് സ്പോട്ടും കൂടെയാണ്. അവിടെ നിറയെ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ അവിടെ ചുറ്റും കാണാനായിട്ട് തന്നെ ഒരുപാട് ഭംഗിയുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. ബ്രഹ്മഗിരി ഹിൽസിന്റെ താഴെയാണ് ഈ ഒരു തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതും എങ്ങനെയുണ്ടെന്ന് പോയി കാണാം. തലക്കാവേരിക്ക് പോണ റൂട്ട് എത്തി. ഇവിടെ നമ്മൾക്ക് ഒരു എൻട്രി ഫീ ഉണ്ട്. 30 രൂപയാണ് കാറിന് ഒരു ചാർജ് ചെയ്യുന്നത്, 10 രൂപ 2 വീലേഴ്സിനും. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. കുറച്ചൊരു ഹില്ല് പോലെയാണ്. പിന്നെ ചുറ്റും അവിടെ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ബ്രഹ്മഗിരി ഹിൽസ് ആണത്. അപ്പോൾ ഇതാണ് മേലെ വരുമ്പോൾ ആ ഒരു അമ്പലം വരുന്നത്. ഇതിൻ്റെ മേലെ ആ ഒരു വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നോക്കുമ്പോൾ അറിയാം കാവേരിൻ്റെ ഒറിജിൻ ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഉള്ളിൽ അതിൻ്റെ വെള്ളം, കാവേരിൻ്റെ വെള്ളം, ഒറിജിൻ വാട്ടറൊക്കെയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഐതിഹ്യമായിട്ട് എല്ലാവരും കോയിൻസൊക്കെ എറിയുന്നുണ്ട് അല്ലേ? അതായിട്ട് നമ്മൾ പറഞ്ഞു എന്തായാലും നല്ലൊരു വ്യൂ ആണ്. എന്ത് ഹില്ലായിരുന്നു? ബ്രഹ്മഗിരി ഹിൽസ് എന്നാണ് ഈ ഒരു ഹിൽസിനെ വിളിക്കാറ്. അപ്പോൾ ആ ഹില്ലിൻ്റെ ടോപ്പിലാണ് ഈ ഒരു അമ്പലം വരുന്നത്. കാവേരീൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസായിട്ട് ഒരു 2 അമ്പലമുണ്ട്. ഒന്ന് ഗണപതിക്കും അതുപോലെ ശിവനും ഉള്ള ഒരു അമ്പലമാണ് ഇവിടെ കാണാൻ പറ്റുക. ഇപ്പോൾ തലക്കാവേരി മേലെ അമ്പലത്തിൽ പോയിട്ടൊന്നും അല്ലേ? നല്ല വ്യൂ ഇല്ലേ ഈ ഏരിയയിൽ? ഇവിടെ തന്നെ ഈ ഒരു ബ്രഹ്മഗിരി ഹിൽസിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പ് പോയിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് നേരെ ആ ഒരു ഹിൽസിൻ്റെ മുകളിൽ പോകാൻ തന്നെ. ഈ ഒരു ടെമ്പിൾ വന്നാൽ തന്നെ ടെമ്പിളേ ഒരു ഹിൽ ടോപ്പിലാണ്. അപ്പോൾ ഇവിടെ നിന്നേ നല്ലൊരു വ്യൂ ആണുള്ളത്. അപ്പോൾ ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ച് ക്ലൈമറ്റ് തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇല്ലെങ്കിൽ രാവിലെ വരിക, അത് ഈ രണ്ട് ടൈം, രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ആയിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം ഇരുന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും ഈ ഒരു പ്ലേസിന്.
ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മടിക്കേരിയുള്ള രാജാ സീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇതൊരു സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ്. അതുപോലെ ഒരു ഗാർഡനും ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ അത് പോയി നോക്കി കാണാം നമുക്ക്. നല്ലൊരു വ്യൂ ആണ് ഈ ഒരു രാജാ സീറ്റിൽ നിന്ന് കാണാനായിട്ട്. നമുക്ക് സൺസെറ്റ് ടൈമായി, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു വാലി വ്യൂ ഉള്ള സ്ഥലമാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂർഗിൻ്റെ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൺസെറ്റ് കാണാനാണ് മിക്കവാറും ആൾക്കാർ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൽ ഈ രാജാ സീറ്റിൻ്റെ പേര് വന്നതിന് കാരണം തന്നെ ഈ കൂർഗിലുള്ള പണ്ട് രാജാക്കന്മാർ സൺസെറ്റ് കാണാൻ വന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് രാജാ സീറ്റ് എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം. അങ്ങനെ ഞങ്ങൾ നല്ലൊരു സൺസെറ്റ് ഒക്കെ കണ്ടു വന്നു കഴിഞ്ഞു. നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രാജാ സീറ്റിൽ ഒരു ചെറിയ ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് നിറയെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. സിപ്പ് ലൈനിങ് പോലെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആബി വാട്ടർഫോൾസിലാണ്. ആബി വാട്ടർഫോൾസ് ഒരു ഫേമസ് പ്ലേസ് ആണ്, കൂർഗിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വാട്ടർഫോൾസ് എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 10 റുപ്പീസാണ് ടിക്കറ്റ് വരുന്നത്. ഒരാൾക്ക് ടിക്കറ്റ് വന്നതിന് 10 റുപ്പീസാണ് വരുന്നത്. Wow, beautiful waterfall അഞ്ചോ. ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസ് ആണ് ഈ ഒരു ആബി വാട്ടർഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂർഗ് വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു വാട്ടർഫോൾസ്. ചുറ്റും ഒരു കോഫി പ്ലാന്റേഷൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു വാട്ടർഫോൾസ് വരുന്നത്. ആൻഡ് മടിക്കേരിയിൽ നിന്ന് നിങ്ങൾ വരുവാണെങ്കിൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും ഈ ഒരു വാട്ടർഫോൾസിലേക്ക്. കാവേരി റിവറാണ് അവിടുന്ന് ഫ്ലോ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള വ്യൂ തന്നെയാണിത്. വന്നിരിക്കുന്നത് കൂർഗിലെ മറ്റൊരു ഫേമസ് സ്പോട്ടിലേക്കാണ്. ദുബാര എലിഫന്റ് ക്യാമ്പിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് എലിഫൻസിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ക്യാമ്പിൻ്റെ ടൈമിംഗ് വന്നിട്ട് മോർണിംഗ് ഒരു 9 o'clock to 11 o'clock വരെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ്ഡ് ആണ്. പിന്നെ എലിഫൻസിൻ്റെ കൂടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ യൂഷ്വലി നിങ്ങൾ നേരത്തെ വരികയാണെങ്കിൽ എലിഫൻസിനെ നമ്മൾക്ക് കുളിപ്പിക്കാം, അവർക്ക് ഫുഡ് കൊടുക്കാം, അങ്ങനെ കുറേ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസൊക്കെ ഉണ്ട്. അതേപോലെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ കാവേരി റിവർ ക്രോസ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഇവിടുന്ന് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബോട്ട് വഴി നമ്മളെ പോയി അപ്പുറത്ത് ഇറങ്ങിയിട്ടാണ് ആ ഒരു ക്യാമ്പിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഒരു രസമുള്ള എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ ഈ ഒരു ദുബാര എലിഫന്റ് ക്യാമ്പ് വിസിറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഇവിടെ ഈ ക്യാമ്പിൻ്റെ ടൈമിംഗ് കഴിഞ്ഞാൽ ഇവിടെ വേറെ പല ആക്ടിവിറ്റീസും ഉണ്ട്. റാഫ്റ്റിങ്ങും അതേപോലെ ഹോഴ്സ് റൈഡിങ്, പിന്നെ ഈ ഒരു കാവേരി റിവറിൽ കുറേ പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടെയാണിത്.
നേരെ പോകുന്നത് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിബറ്റൻ മൊനാസ്ട്രി ഉള്ള സ്ഥലമാണ്. അത് ഇവിടെ അടുത്ത് തന്നെ ആയിട്ടാണ്. ഈ ഒരു ദുബാര എലിഫന്റ് ക്യാമ്പിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിലേക്ക്. കുശാൽ നഗറിലാണ് ഈ ഒരു ടെമ്പിൾ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെയും പോയി കാണാം. നിങ്ങൾ ദുബാര എലിഫന്റ് ക്യാമ്പ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് അടുത്തുള്ള മറ്റൊരു അട്രാക്ഷനാണ് ചിക്ലി ഹോൾ റിസർവോയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റേഴ്സേ ഉള്ളൂ ചിക്ലി ഹോൾ ഡാമിലേക്ക്. അപ്പോൾ അതും നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞ് കൂർഗിലെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതൊരു ടിബറ്റൻ മൊനാസ്ട്രി ആണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ടിബറ്റൻ സെറ്റിൽമെന്റ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു കുശാൽ നഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ തന്നെ ഒരു വലിയൊരു മൊനാസ്ട്രി ആണ് ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ, അഥവാ നാംഡ്രോളിംഗ് മൊനാസ്ട്രി എന്നാണ് ഈ ഒരു സ്ഥലത്തെ പറയാറ്. അപ്പോൾ ഈ ഒരു മൊനാസ്ട്രി എങ്ങനെയുണ്ടെന്ന് പോയി കാണാം നമുക്ക്. നമുക്ക് ഈ മൊനസ്ട്രീൻ്റെ അടുത്ത് തന്നെ കുറേ ഇങ്ങനത്തെ ടിബറ്റിയൻ ഷോപ്സൊക്കെ ഉണ്ടാവും. നമ്മൾക്ക് വന്നിങ്ങനെ ഫെൻഷുവായി, അതേപോലെ തന്നെ ടിബറ്റിയൻ നമ്മൾക്ക് ആ ഒരു ബെല്ല്, അവരുടെ മൊനസ്ട്രീൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇങ്ങനെ നമുക്ക് ഫാൻസി ഐറ്റംസൊക്കെ സുവീനിയർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇത് ബെല്ല് പോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 300 റുപ്പീസാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ലൈക്ക് ഐ ഫീൽ ഇറ്റ്സ് വർത്ത്. കുഴപ്പമില്ല, നന്നായിരുന്നു അല്ലേ. അപ്പോൾ വന്നൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ ടെമ്പിൾ പോയി വന്ന ശേഷം അങ്ങനെ ഡയറക്റ്റായിട്ട് ഞങ്ങൾ കഴിക്കാൻ വന്നിട്ടുണ്ട്. ഹോട്ടൽ ടിബറ്റ് എന്ന് പറഞ്ഞാൽ ടിബറ്റിയൻ ഒത്തൻറ്റിക് കുസൈൻ കിട്ടുന്ന ഒരു പ്ലേസാണത്. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ടിബറ്റിയൻ ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ കുറച്ച് ടിബറ്റിയൻ ക്യൂസീൻസ് ഒക്കെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഹോട്ടൽ ടിബറ്റിൽ തന്നെ ഒരു സ്പെഷ്യൽ താലി പറഞ്ഞിട്ടുണ്ട്, ഒരു വെജിറ്റേറിയൻ താലി. അതിൽ തന്നെ കുറച്ച് മോമോസ്, അതേപോലെ ഒരു സ്റ്റീം ബണ്ണുണ്ട്, ടിങ്മോ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നോൺ വെജിൽ കുറച്ച് ഡിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കീമ ഗ്യാത്തുക് എന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ തുക്കയാണത്. മോമോസ് ഒക്കെ വരുന്ന പോലത്തെ ഒരു തുക്ക നൂഡിൽസാണത്. അപ്പോൾ നൂഡിൽസ് സൂപ്പാണത്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു ഡ്രൈ ഫിൻഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈസ് നൂഡിലൊക്കെ വരുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതും എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ എല്ലാ ഡിഷും വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടിബറ്റൻ ക്യൂസീനാണ്. എല്ലാ ഡിഷസും കാണാൻ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട്. ഞാൻ ഫസ്റ്റ് താലിയാണ്, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താലിയിൽ തന്നെ നമുക്ക് സ്റ്റീംഡ് റൈസും ഇതേപോലെ ടിങ്മോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീം ബണ്ണാണ്, അത് വരുന്നുണ്ട്. പിന്നെ മോമോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റീം ബണ്ണും അവർ ഈ ഒരു സോട്ടഡ് വെജിറ്റബിൾസോ അത് വെച്ചിട്ടാണ് കഴിക്കാൻ പറഞ്ഞത്. അതേപോലെ റൈസും ഈ ഒരു ഗ്രേവിയും വെച്ചാണ് കഴിക്കാൻ പറഞ്ഞത്. ഇത് കൂടാതെ ഇതൊരു ഡ്രൈ ഫിൻഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈസ് നൂഡിൽസും അതേപോലെ കുറച്ച് വെജിറ്റബിൾസും ചിക്കനൊക്കെ വരുന്ന പോലത്തെ ഒരു ഡിഷാണ്. ഇതൊരു കീമ തുക്കയാണ്, ഒരു ചിക്കൻ തുക്കയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ എല്ലാ ഡിഷിലും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. ഇത് മേലെ ഫുൾ നമുക്ക് മുട്ടയാണ് വരുന്നത്, എഗ്ഗാണ് വരുന്നത്. എഗ്ഗിൻ്റെ ഉള്ളിൽ നമുക്കൊരു നൂഡിൽസും ഉണ്ട്. ഉള്ളിൽ ഫുൾ നൂഡിൽസ് ആയിട്ട് വരുന്നുണ്ട്. ഒത്തൻറ്റിക് ടിബറ്റിയൻ നൂഡിൽസ് സൂപ്പാണിത്. കൂർഗ് ഹോം മെയ്ഡ് കുറച്ച് ചോക്ലേറ്റ്സും സ്പൈസസ് ഒക്കെ മേടിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ കോഫി ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മേടിച്ചിട്ട് പോകാൻ വെച്ചു. അപ്പോൾ ആ ഒരു സ്പൈസ് ടൂറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പ് പോയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ മേടിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റാർ അനാസി ആ ഒരു ഇതുണ്ട്. പിന്നെ ബ്ലാക്ക് കാഡമമാണ്, ഇത് ബ്ലാക്ക് കാഡമം. ഇത് മറാഠി മുക്കല്ലേ, മറാഠി മുക്ക്. ഡ്രൈ ബേർഡ്സ് ഐ ചില്ലി ഉണ്ട്. പിന്നെ ക്ലോസിന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്ലോസ് ഉണ്ട് ഇവിടെ തന്നെ. ഇത് വൈറ്റ് പെപ്പറാണ്, വൈറ്റ് പെപ്പർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വൈറ്റ് പെപ്പർ ഇങ്ങനെ കാണുന്നത്. നട്ട്മെഗ് ഉണ്ട്, കാഡമം, പിന്നെ സിനമൺ ഉണ്ട്, പിന്നെ പെപ്പർ, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഞങ്ങൾക്ക് സ്പൈസസും മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി റേറ്റിൽ തന്നെ മേടിക്കാൻ പറ്റും. ഞാൻ കുറച്ച് സ്പൈസസ് ഒക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. സോ വാട്ട്സ് യുവർ ഷോപ്പ് നെയിം ബ്രോ? Coorg Homemade Chocolate and Spices. Coorg Trades. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നു വെച്ചാൽ എന്താണ് നമുക്ക് നല്ല അടിപൊളി സ്പൈസസ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്പൈസസും അതേപോലെ തന്നെ ചോക്ലേറ്റ്സ്, ഹണിയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബേ ലീഫ് എടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ക്ലോസ് എടുത്തിട്ടുണ്ട്, കാഡമം എടുത്തിട്ടുണ്ട്, ഹണി, സിനമൺ സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റാർ അനാസ് എന്ന് പറഞ്ഞത്, സ്റ്റോൺ ഫ്ലവർ, പെപ്പർ, കുറച്ച് നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്പൈസസും ചോക്ലേറ്റ്സ്, ഹണിയൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും കൂർഗൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കുറേ സ്പൈസസ് ഒക്കെ മേടിക്കാൻ പറ്റും. ഇവർ ഞങ്ങൾക്ക് ഡെലിവറിയും ചെയ്യും. നമ്മളന്ന് വീട്ടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെങ്കിൽ ബാംഗ്ലൂരിന് വിടത്ത് കർണാടകൻ്റെ വെളിയിലാണെങ്കിൽ 90 റുപ്പീസാണ് പെർ kg ചാർജ് ചെയ്യുക. അതേ ബാംഗ്ലൂരിനുള്ളിലാണെങ്കിൽ പെർ kg 60 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുക. ഈ ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് അവർ ഡെലിവർ ചെയ്യുകയാണെങ്കിൽ DTDC വഴി നമുക്ക് അവർ ഡെലിവറും ചെയ്യും. നമുക്ക് കൂർഗിലെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസും കുറച്ച് ഡിസ്റ്റൻസിലാണുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് മടിക്കേരി പോകണമെങ്കിൽ അതിനൊരു 22 കിലോമീറ്റേഴ്സിൻ്റെ അടുത്താവും. അതേപോലെ മടിക്കേരിയിൽ നിന്ന് നമ്മൾ തലക്കാവേരിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതും ഒരു 30 മിനിറ്റ്സ് ആവും. പിന്നെ ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് എല്ലാ ട്രാവലും ഒരു 1.5 hours അടുത്ത് നമുക്ക് എടുക്കും നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡിൽ വെക്കണം. എവിടെ നിന്നാണ് എവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടതെന്നുണ്ട് ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ലൊക്കേഷൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഓരോ ലൊക്കേഷൻ പോയിട്ട് വരുമ്പോഴേക്കും ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 2 or 3 days സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ പ്ലേസിലാണ് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടത്. ഇപ്പോൾ അട്രാക്ഷൻ്റെ ക്വൈറ്റ് നിയർ ബൈ ലൊക്കേഷൻ നമുക്ക് റൂം എടുക്കാൻ പറ്റും. അതേപോലെ ഞങ്ങൾ അതേപോലെ തന്നെ രണ്ട് പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻറ്റീരിയർ കൂർഗൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ വി സ്റ്റേഡ് ഇൻ ബ്യൂട്ടിഫുൾ കോഫി പ്ലാന്റേഷൻ നടുവിൽ ഒരു പ്രോപ്പർട്ടിയിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൈ ലാർക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കിഡിലൻ പ്രോപ്പർട്ടി, പ്ലാന്റേഷൻ നടുവിൽ നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു. അതേപോലെ നമ്മൾ മടിക്കേരി ടൗണിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. നല്ല ഫേമസ് ആബി ഫാൾസ്, രാജാ സീറ്റ്, പിന്നെ ഗോൾഡൻ ടെമ്പിൾ, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾ ക്ലബ് മഹേന്ദ്ര മടിക്കേരിയിലിരിക്കുന്ന പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു. ആ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ഒരു ഫൺ ഫില്ലിംഗ് പ്രോപ്പർട്ടി തന്നെയായിരുന്നു ക്ലബ് മഹേന്ദ്രൻ്റെ മടിക്കേരി പ്രോപ്പർട്ടി. ഞങ്ങൾ ഈ 2 പ്രോപ്പർട്ടിയും തനിയായിട്ട് വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ അതും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. സോ വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ഇൻ കൂർഗ്. ലാസ്റ്റ് 3 days അടിപൊളിയായിരുന്നു കൂർഗിൽ. കുറേ പ്ലേസസ് ഒക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതാണ് കുറച്ച് പ്ലേസസ് ഞങ്ങൾ വിട്ടുപോയി. ഇർപ്പു ഫാൾസ്, ചിക്ലി ഹോൾ റിസർവോയർ, അതേപോലെ തന്നെ മണ്ടൽപട്ടി പീക്ക്, ഇതൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കൂർഗിലെ ഓരോ ഡെസ്റ്റിനേഷൻസും കുറേ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അതിനാൽ ഞങ്ങൾ ബെസ്റ്റ് പ്ലേസസ് ഒക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് വിസിറ്റ് ചെയ്യണമെന്നുള്ളത്. അതുകൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസസ് ഞാൻ പറഞ്ഞ പ്ലേസസും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് 3 days കൂർഗിൽ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ഡെസ്റ്റിനേഷൻ, മറ്റൊരു ട്രാവൽ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഫ്രം ഗോഡ്നസ്.